भारत माता की, भारत माता की। स्वामिये शरणम अय्यप्पा, पथनम थिट्टाइले एंडे सहोदरी सहोदरनमारे एल्वा वरकम अंडे नमस्कारम। आज पथनम थिट्टा का ये माहौल बता रहा है कि इस बार केरला में कमल खिलने जा रहा है। केरला में जनता हमें पिछले चुनावों में डबल डिजिट वोट परसेंट वाली पार्टी बना चुकी है। अब बीजेपी के लिए डबल डिजिट सीट्स की मंजिल बहुत दूर नहीं है। बीजेपी यहां की युवा ऊर्जा को बढ़ावा दे रही है। यहां बीजेपी के उम्मीदवार भाई अनिल के एंटनी आपकी सेवा के जज्बे से भरे हुए हैं। ऐसी ही फ्रेशनेस की केरला की पॉलिटिक्स को जरूरत है। इसलिए अब केरला के लोग भी कह रहे हैं अब की बार 400 पार, अब की बार इत्तमणा नानूरिल अधिगम, इत्तमणा इत्तमणा इत्तमणा। ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ഈ ഇളകി പറയുന്ന അന്തരീക്ഷം കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഈ പ്രാവശ്യം കേരളത്തിൽ താമര വിരിയുമെന്നുള്ള കാര്യം ഉറപ്പായി. അതുപോലെ തന്നെ പറയുവാൻ സാധിക്കും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കേരളത്തിലെ ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 അക്കത്തിലുള്ള ശതമാനത്തിൽ വോട്ട് നൽകുകയുണ്ടായി. ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 അക്കത്തിലുള്ള ഇവിടെ മെമ്പർമാരെ ജയിപ്പിക്കുമെന്നുള്ളതാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഞാൻ യുവത്വത്തിന്റെ ഊർജം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പത്തനംതിട്ടയിൽ ഈ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി യുവത്വത്തിന്റെ പ്രതീകമാണ്. അദ്ദേഹം സേവനവുമായി നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ നവീകരണത്തിന് അത് ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറയുന്നു ഇപ്രാവശ്യം 400-ലേറെയാണ് ബിജെപിക്ക് സീറ്റ് കിട്ടാൻ പോകുന്നത്, എൻഡിഎക്ക് സീറ്റ് കിട്ടാൻ പോകുന്നതെന്ന് പറയുകയാണ്. साथियों, केरला में करप्ट और नाकाबिल सरकार होने का बहुत बड़ा नुकसान केरल के आप सब मेरे भाई बहनों को उठाना पड़ रहा है। हम जानते हैं यहां रबर के किसान हैं, कितनी मुसीबतों से रबर का किसान गुजारा कर रहा है। लेकिन एलडीएफ और यूडीएफ ने अपनी आंखें बंद कर रखी है। केरला में कानून व्यवस्था का हाल भी बहुत बुरा है। यहां तक कि चर्च के पादरी भी हिंसा के शिकार हो रहे हैं। कितने ही कॉलेज कैंपस कम्युनिस्टों के गुंडों के अड्डे बन गए हैं। महिलाएं, युवा और हर वर्ग
डर में जी रहा है। राज्य सरकार में बैठे लोग चैन की नींद सो रहे हैं। केरला को इन समस्याओं से छुटकारा तभी मिलेगा जब एक बार कांग्रेस, एक बार एलडीएफ, ये जो मिली भगत का चक्कर चल रहा है ना, वो चक्कर जब टूटेगा तब जाकर के आपको न्याय मिलेगा। കേരളത്തില് അഴിമതി നിറഞ്ഞ അതുപോലെ തന്നെ കെടുകാര്യസ്ഥതയുടെ സർക്കാരാണ് ഇവിടെ ഉണ്ടാകുന്നത്, മാറി മാറി വരുന്നത്. അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇവിടെ കേരളത്തിലെ റബ്ബർ കർഷകരുണ്ട്. റബ്ബർ കർഷകർ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കർഷകർക്കറിയാം. പക്ഷേ കേരളത്തിലെ LDFും അതുപോലെ തന്നെ UDFും അവരുടെ കണ്ണടച്ചിരിക്കുകയാണ്, അത് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. കേരളത്തില് നിയമ സംവിധാനം തകർന്നിരിക്കുകയാണ്, വളരെ മോശമാണ്. ഈ കേരളത്തിലെ അവസ്ഥ ക്രിസ്ത്യൻ പള്ളികളിലെ പുരോഹിതര് പോലും ഇവരുടെ അക്രമത്തിന് ഇരകളാകുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ എത്രയോ കോളേജ് ക്യാമ്പസുകള് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായിട്ട് മാറിയിരിക്കുകയാണ്. കേരളത്തിൽ മഹിളകളും യുവാക്കളും എല്ലാ വിഭാഗം ജനങ്ങളും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ അധികാരത്തിലിരിക്കുന്ന സർക്കാർ ആലസ്യത്തില് ഉറങ്ങുകയാണ്. കേരളത്തില് ഈ ദുസ്ഥിതിയിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഒരു പ്രാവശ്യം LDF, അടുത്ത പ്രാവശ്യം കോൺഗ്രസ്, പിന്നെ കോൺഗ്രസ്, പിന്നെ LDF എന്നുള്ള ഈ ആവർത്തന വിരസതയുണ്ടല്ലോ, അതില്ലാതായെങ്കിൽ മാത്രമേ ഈ കേരളത്തില് മോചനം നേടുകയുള്ളൂ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. साथियों, जिन पॉलिटिकल पार्टीज का एकमात्र लक्ष्य सिर्फ और सिर्फ सत्ता हासिल करना होता है, वो कभी भी लोगों का भला नहीं कर सकती। यहां LDF, UDF दोनों लड़ने का दिखावा तो कर रहे हैं, लेकिन दिल्ली जाकर एक दूसरे को गले मिल जाते हैं। यहां आपके सामने कांग्रेस वाले लेफ्ट सरकार को फांसीवादी कहते हैं और कम्युनिस्ट पार्टी के लोग कांग्रेस को घोटालेबाज पार्टी कहते हैं। और फिर दिल्ली में ये लोग आपस में मिलकर गठबंधन कर लेते हैं। कांग्रेस और लेफ्ट इन दोनों ने ही केरला को खूब ठगा है। इस खेल को केरला के लोग अब समझ गए हैं। खास करके मेरी माताएं बहनें, मेरे नौजवान उनके इस खेल को बराबर समझ गए हैं। ഈ കേരളത്തില് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളാണ്. അവർക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഈ LDFും അതുപോലെ തന്നെ UDFും കേരളത്തിൽ അവര് പരസ്പരം ഏറ്റുമുട്ടുന്നത് പോലെ കാണിക്കുകയാണ്. പക്ഷേ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പരസ്പരം തോളോട് തോറ് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ LDFും UDFും. ഇവിടുത്തെ സഹോദരിമാര്, അമ്മമാര്, യുവാക്കള് ഇവർക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ട അവസരം വന്നിരിക്കുകയാണ്. ആ രീതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുകയാണ്. साथियों, कांग्रेस हो
या लेफ्ट, इन दलों ने सत्ता के लालच में जिस तरह के खेल खेले, जिस तरह राज्यों को बर्बाद किया, वो भी अब लोग अच्छी तरह जानते हैं। इसलिए जिस राज्य से एक बार ये दल पराजित हो जाते हैं, ये दल निकल जाते हैं, वहां के लोग इन्हें वापस लौटने ही नहीं देते। अब देखिए पड़ोस में तमिलनाडु में कांग्रेस ने 1962 में आखिरी चुनाव जीता था। यूपी, गुजरात, बिहार में भी कांग्रेस ने 4 दशक पहले, 4 डेकेड पहले आखिरी चुनाव जीता था। ओडिशा में भी कांग्रेस 3 दशक से सरकार से बाहर ही है। देश के कितने ही राज्यों में आज कांग्रेस का एक मेंबर ऑफ पार्लियामेंट भी नहीं है। अब आप देखिए त्रिपुरा, बंगाल, ये राज्यों में ये लेफ्ट पार्टियों का सितारा इतना चमकता था, 3-3, 4 दशक तक उन्हीं की चलती थी। लेकिन एक बार जब लोगों ने त्रिपुरा से उनको हटाया, बंगाल से लेफ्ट वालों को हटाया, उसके बाद कितने ही साल हो गए कांग्रेस को और लेफ्ट को ये कोई घुसने नहीं देता है। ऐसे राज्यों के लोगों को ये सच्चाई पता है कि जितने साल उन्होंने कांग्रेस पर भरोसा किया, जितने साल उन्होंने लेफ्ट पर भरोसा किया, उतने साल उस राज्य का सर्वाधिक नुकसान हुआ है। രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അധികാരത്തിൽ വരുവാൻ ശ്രമിക്കുന്ന ഈ പാർട്ടികൾ സംസ്ഥാനങ്ങൾക്ക് എന്തുമാത്രം നഷ്ടമുണ്ടാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾ പുറത്താക്കി കഴിഞ്ഞാലോ, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും, പിന്നെ ഒരിക്കലും ആ ജനത അവരെ തിരിച്ചു കൊണ്ടുവരുന്നില്ല. നമുക്ക് നോക്കാം, അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലോ കോൺഗ്രസ് 1962 ആണ് അവസാനം തിരഞ്ഞെടുപ്പിൽ ജയിച്ചത്. എന്നിവരെയും അവർക്ക് തിരിച്ചു വരുവാൻ സാധിച്ചിട്ടില്ല. യുപിയിലും ഗുജറാത്തിലും ബംഗാളിലും 4 പതിറ്റാണ്ട് മുമ്പാണ് കോൺഗ്രസിന്റെ അവസാനത്തെ സർക്കാർ ഉണ്ടായത്. ഒറീസയിലോ ഏതാണ്ട് 3 പതിറ്റാണ്ട് മുമ്പാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തായത്. രാജ്യത്ത് എത്രത്തോളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ഒരു പാർലമെന്റ് മെമ്പർ പോലും ഇല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട്. നമുക്കറിയാം, ത്രിപുരയിലും ബംഗാളിലും ആ ചുവപ്പ് താരം എത്രമാത്രം തിളങ്ങിയിരുന്നതാണ്. ഇന്ന് അവിടുത്തെ ജനങ്ങൾ അവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരെ അധികാരത്തിൽ നിന്ന് തുത്തെറിഞ്ഞു. അവർക്കിനിയും വരുവാൻ സാധിക്കില്ല. ഈ കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും അധികാരത്തിരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് എത്രമാത്രം നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. साथियों, केरला की अपनी महान परंपरा है, समृद्ध परंपरा है, और केरला के लोग, यहां के नागरिक प्रोग्रेसिव लोग हैं।
अच्छा सोचने वाले लोग हैं, दूर का सोचने वाले लोग हैं, जबकि कांग्रेस और एलडीएफ ये पिछली शताब्दी की पुरानी सोच से भी ज्यादा और पुरानी सोच रखने वाली पार्टियां हैं। कांग्रेस पार्टी अभी तक 19वीं सदी की सोच के साथ ही चल रही है। एलडीएफ भी एक विलुप्त और आउटडेटेड विचारधारा पर आश्रित है। इन दोनों का कल्चर भी केरला की महान परंपराओं और केरला की प्रगतिशील जनता की विचारधारा से बिल्कुल उलट है। ये लोग संसद में, आप सोचिए 21वीं सदी में ये लोग संसद में 3 तलाक के खिलाफ जो कानून बन रहा था उसका विरोध कर रहे थे। ये लोग ओबीसी कमीशन का विरोध करते हैं। ये लोग आर्थिक रूप से कमजोर वर्ग को आरक्षण देना है तो उसका विरोध करते हैं। ഈ കേരളത്തിലെ ജനങ്ങള് അവരെ സാംസ്കാരികമായിട്ട് ഉന്നത നിലവാരം പുലർത്തുന്നവരാണ്. ഇവിടുത്തെ പൗരന്മാരെന്ന് പറയുന്നത് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നവരാണ്. ഈ സംസ്ഥാനത്തെന്നാൽ ഈ കോൺഗ്രസും അതുപോലെ തന്നെ എൽഡിഎഫും അവർ നൂറ്റാണ്ടുകൾക്ക് പിന്നിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ്. 19ാം നൂറ്റാണ്ടിനേക്കാൾ പിന്നിലാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത്. അവരുടെ രീതി അതാണ്. അതുപോലെ എൽഡിഎഫ് എന്ന് പറയുന്നത് കാലകരണപ്പെട്ട ഉപയോഗശൂന്യമായ ആശയം വെച്ച് പുലർത്തുന്നവരാണ്. ഇവരെ സമയത്തോളം, ഈ രണ്ടു കൂട്ടരെ സമയത്തോളം സാംസ്കാരികമായിട്ട് പുരോഗമനപരമായിട്ട് ഉന്നത നിലയിൽ നിൽക്കുന്ന കേരളത്തിലെ ജനങ്ങളെ അവർക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധ്യമല്ല. അവരെന്താണ് ചെയ്യുന്നത്? പാർലമെന്റിൽ നിങ്ങൾക്കറിയാം, മുത്തലാഖിനെതിരെ നിയമം വന്ന അവസരത്തിൽ ഇവരൊറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കുകയായിരുന്നു. പുരോഗമന ആശയങ്ങളെ അവർ എതിർക്കുകയായിരുന്നു. അതുപോലെ തന്നെ OBC കമ്മീഷൻ വന്ന അവസരത്തിൽ ഇവരതിനെ എതിർക്കുകയായിരുന്നു. സാമ്പത്തികമായിട്ട് ദുർബലമായിട്ടുള്ള വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നതിന് വേണ്ടി നിയമം വന്നപ്പോൾ അവരതിനെ എതിർക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ എൽഡിഎഫും അതുപോലെ തന്നെ യുഡിഎഫും ചെയ്യുന്നത്. साथियों, केरला की संस्कृति आध्यात्मिकता से साथ जुड़ी हुई है, लेकिन यूडीएफ और एलडीएफ के लोग आस्था को कुचलने के लिए जाने जाते हैं। यूडीएफ, एलडीएफ वोट बैंक की राजनीति और समाज में खाई पैदा करने में लगे रहते हैं। केरला का कल्चर शांति को बढ़ावा देने वाला कल्चर है, लेकिन यूडीएफ, एलडीएफ के लोग दिन रात राजनीतिक हिंसा में विश्वास करते हैं। केरला के कल्चर में ईमानदारी को सर्वोपरि रखा जाता है, लेकिन यूडीएफ और एलडीएफ के नाम पर घोटालों की पूरी डिक्शनरी है। एलडीएफ को सोने के जरिए लूटने के लिए जाना चाहता है और यूडीएफ की पहचान सोलर पावर की लूट से होती है। लूट का ये खेल पूरी तरह से बंद करने के लिए मैं आज आपका आशीर्वाद मांगने के लिए आया हूं। मुझे केरल का आशीर्वाद चाहिए। मुझे केरल के लोगों का पूरा सहयोग चाहिए. കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ആധ്യാത്മികതയുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷേ കേരളത്തിലെ യുഡിഎഫും അതുപോലെ തന്നെ എൽഡിഎഫും
വിശ്വാസത്തെ തകർക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. UDF-ഉം അതുപോലെ തന്നെ LDF-ന്റെയും രാഷ്ട്രീയ നീതി, രാജനീതി എന്ന് പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. സമാധാനത്തിൻ്റെ പാതയിൽ മുന്നേറുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ കേരളത്തിലെ UDF-ഉം അതുപോലെ തന്നെ LDF-ഉം അവര് അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരാണ്. കേരളത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് സത്യസന്ധതയിൽ ഊന്നിയതാണ്. പക്ഷേ LDF-ന്റെയും UDF-ന്റെയും അവരുടെ ഈ അഴിമതിയുടെ കുംഭകോണത്തിൻ്റെ ശബ്ദകോശം തന്നെയായിട്ട് അവർ മാറിയിരിക്കുകയാണ്. LDF-ഉം UDF-ഉം LDF സ്വർണത്തിൻ്റെ രൂപത്തിലാണ് കൊള്ള നടത്തുന്നതെങ്കിൽ UDF അവര് സോളാർ ശക്തിയുടെ രൂപത്തിലാണ് കൊള്ള നടത്തുന്നത്. ഈ കൊള്ള അവസാനിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ ആശീർവാദം വേണം. കേരളത്തിലെ ജനങ്ങളുടെ സഹകരണം കിട്ടുകയാണ് എങ്കിലോ ഈ കൊള്ള ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുക. साथियों, यहां की करप्ट सरकार के बावजूद बीजेपी सरकार केरला के आप लोगों के विकास के लिए पूरी ताकत से काम कर रही है. अगर मैं आपको सिर्फ पथनमथिट्टा जिले में बीजेपी सरकार के विकास कार्य बताऊंगा तो आप अंदाजा लगा पाएंगे कि हम केरल के लोगों के कल्याण के लिए कितना काम कर रहे हैं. मैं एक जिले का बताता हूं. पथनमथिट्टा में अराउंड 3,50,000 परिवारों को जल जीवन मिशन के तहत नल से जल का कनेक्शन दिया गया है. पथनमथिट्टा में लगभग 5 लाख लोगों को PM गरीब कल्याण योजना के तहत मुफ्त राशन मिल रहा है. पथनमथिट्टा में 1,50,000 से ज्यादा किसानों को PM किसान सम्मान निधि के 380 करोड़ रुपए दिए गए हैं. पथनमथिट्टा में 1,50,000 से ज्यादा पशुओं का वैक्सीनेशन हुआ है. यहां करीब 12,000 महिलाओं को उज्ज्वला योजना के तहत LPG कनेक्शन दिया गया है. ഇവിടുത്തെ അഴിമതി നിറഞ്ഞ സർക്കാരുകൾ കേരളത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന അവസരത്തിലോ കേന്ദ്രത്തിലെ BJP സർക്കാരോ കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള ശക്തി അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ മാത്രം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെ പറ്റി നിങ്ങൾ കേൾക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് മനസ്സിലാകും കേന്ദ്ര സർക്കാർ എത്രമാത്രം ജനക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ കാര്യം മാത്രമാണ്. ഏതാണ്ട് 3,50,000 കുടുംബങ്ങൾക്ക് ഈ പത്തനംതിട്ട ജില്ലയില് ജൽ ജീവൻ പദ്ധതിയുടെ അടിസ്ഥാനത്തില് ടാപ്പുകൾ ഘടിപ്പിച്ചു കൊടുത്തിരിക്കുന്നു വീടുകളില്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയില് ഏതാണ്ട് 5 ലക്ഷം ജനങ്ങൾക്ക് ഗരീബ് കല്യാൺ പദ്ധതിയുടെ അടിസ്ഥാനത്തില് സൗജന്യമായിട്ടുള്ള റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയില് 1,50,000 കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ അടിസ്ഥാനത്തില്
ആ രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എത്രയാണെന്നറിയണ്ടേ? 380 കോടി രൂപ ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയില് 1,50,000 വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പത്തനംതിട്ടയില് 12,000 സ്ത്രീകൾക്ക് ഉജ്ജ്വല യോജനയുടെ അടിസ്ഥാനത്തില് LPG കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. केरला के विकास के लिए बीजेपी सरकार के इन प्रयासों के बीच ये भी जरूरी है कि केरला के लोगों की सही भावनाएं केंद्र सरकार तक पहुंचे। अगर यहां बीजेपी के सांसद होंगे तो केरला की भावनाओं को केंद्र सरकार तक पहुंचाने में और केंद्र सरकार की योजनाओं को यहां लागू करने में भी और आसानी होगी। केरला के लोगों को विकास की जिन योजनाओं परियोजनाओं की जरूरत है वो अपनी बात बीजेपी सांसदों से और बेहतर तरीके से लोग अपनी बात पहुंचा पाएंगे और मोदी आपकी इच्छा पूर्ति में कोई कमी नहीं रखेगा। ये मोदी की गारंटी है। ये है മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളോ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം കേന്ദ്ര സർക്കാരിൽ എത്തിക്കുന്നതിന് ഇവിടെ നിന്ന് എംപിമാരുണ്ടാകേണ്ടിയിരിക്കുന്നു. ഇവിടെ എംപി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം അവരിലൂടെ കേന്ദ്ര സർക്കാരിലോ എത്തിക്കുവാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളോ പരിപാടികളോ അത് നടപ്പിലാക്കാൻ സാധിക്കും. അങ്ങനെ അതിൻ്റെ ഗുണങ്ങളോ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, കേരളത്തില് നിന്ന് എംപിമാർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസനം ദ്രുതഗതിയിലാകും. മാത്രമല്ല, നിങ്ങളുടെ ഇച്ഛ ആഗ്രഹം അതിനൊരു കുറവും മോഡി വരുത്തില്ല. അത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്. साथियों, मैं जब भी विदेश जाता हूं, वैश्विक नेताओं से मिलता हूं, तो वो सभी और खासकर गल्फ देशों के नेता, प्रवासी भारतीय और विशेष करके केरला के लोगों के बारे में बहुत बातें करते हैं। मैं भी केरला के परिश्रमी लोगों की खूब तारीफ करता हूं। केरला की ब्रांडिंग जहां जाता हूं वहां करता हूं। मैं विदेशों में लोगों को बताता हूं कि क्यों हमारा केरला इतना खास है। मुझे याद है, भारत ने 2022 में यूएई के साथ ट्रेड एग्रीमेंट किया था। इससे आने वाले वर्षों में सैकड़ों बिलियन डॉलर के कारोबार और निवेश का रास्ता तैयार हुआ। इससे किसका फायदा होगा? इसका लाभ केरला के हमारे उन ऊर्जावान युवाओं को होगा जो बड़ी संख्या में यूएई में रहते हैं। जब 2021 में मेरी वेटिकन में हिज होलीनेस पोप फ्रांसिस से मुलाकात हुई थी, तब भी मैंने
केरला का विशेष जिक्र किया था। भारत में हो रही प्रगति के बारे में जानकर भी वो भी बहुत प्रभावित हुए थे। അതുപോലെ തന്നെ വിദേശത്ത് പോകുന്ന ഈ അവസരത്തിലോ ഞാൻ അവിടുത്തെ നേതാക്കന്മാരോട് പ്രവാസി ഭാരതീയരെ പറ്റി സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. അവരെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണ് പറയാറുള്ളത്. ഞാൻ അവരോട് കേരളത്തിലെ കഠിനാധ്വാനികളായിട്ടുള്ള ജനങ്ങളെ പറ്റി ഞാൻ പറയാറുണ്ട്. കേരളത്തിൻ്റെ ബ്രാൻഡിങ് എവിടെ ചെന്നാലും ഞാൻ നടത്താറുണ്ട്. അത് കേരളത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യം കൊണ്ടാണ്. കാരണം ഈ കേരളം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതാണ്. ഭാരതം 2022 UAE-യുമായിട്ട് വ്യാപാര കരാറ് ഒപ്പുവെക്കുകയുണ്ടായി. അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ശതക്കണക്കിന് കോടി ബില്യൺ ഡോളറിന്റെ പ്രവർത്തനങ്ങളുണ്ടാകും. അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. ആർക്കാണ് ഇതിൻ്റെ നേട്ടമുണ്ടാകുക? ആർക്കാണ് ഇതിൻ്റെ ഗുണമുണ്ടാകുക? കേരളത്തിൽ നിന്നുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള യുവാക്കള് അവർ UAE-യിലുണ്ട്. അവർക്കായിരിക്കും അതിൻ്റെ വലിയ ഗുണം കിട്ടാൻ പോകുന്നത്. 2021 ഞാൻ വത്തിക്കാൻ സന്ദർശിച്ച അവസരത്തില് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുമായിട്ട് കാണുകയുണ്ടായി. അപ്പോഴും അദ്ദേഹം സംസാരിച്ച അവസരത്തില് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, കേരളത്തിലെ വിശേഷങ്ങള്, സർക്കാരിന്റെ ശ്രമപരമായിട്ട് ഭാരതത്തിലുണ്ടായിട്ടുള്ള വികസനത്തില് അദ്ദേഹം വളരെ തൽപരനായിരുന്നു. साथियों, पिछले 10 वर्षों में हमने देश के हर क्षेत्र, हर वर्ग के लिए जितना ज्यादा काम कर सकते हैं करने का प्रयास किया है। आप जानते हैं, हम युद्ध के बीच फंसी हमारी नर्स बहनों को भारत वापस लेकर आए थे इराक से। हमने संकट में फंसे हमारे पादरियों को बाहर निकाल करके सुरक्षित वापस लाए थे। कोरोना के समय दुनिया के हर हिस्से से भारतवासियों को स्वदेश पहुंचाया है, क्योंकि जहां एक भी भारतीय परेशानी में होगा वहां उसके साथ हमारी सरकार मजबूती से खड़ी होगी। ये है മോദിയുടെ ഗ്യാരണ്ടി. വർഷകാലമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി കഠിനമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യുദ്ധത്തിലോ കുടുങ്ങിയ നേഴ്സുമാരെ എത്ര ശ്രമകരമായിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ദുരിതത്തിൽ വിദേശത്തുപെട്ട വൈദികരെ നമ്മൾ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ കൊറോണയുടെ സമയത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭാരതീയരെ നമ്മൾ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എവിടെയാണെങ്കിലും ഭാരതീയർക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ ശക്തമായിട്ട് സർക്കാർ ഉണ്ടാകും. അതാണ് മോഡിയുടെ ഉറപ്പ്, മോഡിയുടെ ഗ്യാരണ്ടി. साथियों, अगले कुछ दिनों में ही ईस्टर भी आने वाला है। ये दिन हमें जीसस क्राइस्ट के आदर्शों की याद दिलाता है।
मैं आप सभी को ईस्टर की हार्दिक शुभकामनाएं भी देता हूं। हमारे पारसी भाइयों का बड़ा महत्वपूर्ण त्योहार नवरोज का त्योहार भी आने वाला है। रामनवमी और होली भी बिल्कुल पास में है। रमजान का पवित्र महीना चल रहा है और लोकतंत्र का सबसे बड़ा फेस्टिवल भी शुरू होने वाला है। मुझे विश्वास है केरला का बीजेपी के लिए जो स्नेह है इस बार विशाल जन समर्थन में बदलेगा और इस बार पुराने सारे रिकॉर्ड टूटेंगे। एलडीएफ यूडीएफ के विष चक्र से हमारा केरला बाहर निकालेगा और मोदी को केरला की सबसे ज्यादा सेवा करने का मौका देगा। मैं आपसे वादा करता हूं कि मोदी केरला के विकास के लिए कोई कोर कसर नहीं छोड़ेगा। ഏതാനും ദിവസത്തിനുള്ളിൽ പവിത്രമായിട്ടുള്ള ഈസ്റ്റർ വരികയാണ്. ആ ഈസ്റ്റർ ദിനത്തിലോ യേശുക്രിസ്തുവിന്റെ വചനങ്ങളും ആശയങ്ങളും നമ്മൾ ഒരുപിടിക്കുണ്ടായി. തീർച്ചയായിട്ടും ഈ അവസരത്തിലോ ഞാൻ എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ ഈ പാർസി വിഭാഗം ജനങ്ങൾ നവരോജ് ഉത്സവം നടത്തുകയാണ്. പവിത്രമായിട്ടുള്ള രാമനവമി വരികയാണ്. ഹോളി അടുത്ത് വരുന്നു. റംസാൻ നോയമ്പ് തുടങ്ങിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ഇലക്ഷനും വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ അവസരത്തിൽ ജനാധിപത്യത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും ഈ സ്നേഹം ബിജെപിയുടെ നേരെയുള്ള സ്നേഹം അത് വലിയ രീതിയിലുള്ള ജനസമ്മതിയായിട്ട് മാറണമെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും ഈ ആവർത്തന വിരസതയുടെ ഈ ചക്രത്തിൽ നിന്ന് നമ്മൾ മുക്തരാകേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയ്ക്കും മോഡി തയ്യാറല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന് വേണ്ടി കൂടുതൽ സേവനം ചെയ്യുവാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. मेरे साथ बोलिए भारत माता की, भारत माता की, भारत माता की। बहुत बहुत धन्यवाद। i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.